വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് LBSന്റെ 6th അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഡേറ്റ്, ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു. അതിനുശേഷം ഇനി എത്രത്തോളം സീറ്റുകൾ വാക്കൻസി ഉണ്ട് എന്നത് നമുക്ക് ഇന്ന് അലോട്ടഡ് ലിസ്റ്റിൽ കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആരൊക്കെ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ട്, ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല എന്നതൊക്കെ നമുക്ക് ഇതിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. സെപ്റ്റംബർ 24 തീയതിയാണ് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ്. ഇപ്പോൾ 6th അലോട്ട്മെന്റിൽ ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീസും അടച്ച് കോളേജിൽ ഡയറക്റ്റ് ചെന്ന് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങനെയുള്ള കുട്ടികൾക്ക് LBS ആപ്ലിക്കേഷനിൽ നിന്നും അവർ റിജക്റ്റ് ആയി പോവുകയും മുന്നോട്ടുള്ള അലോട്ട്മെന്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയുമാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പല കുട്ടികളുടെയും സീറ്റുകൾ വാക്കന്റ് ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. വാക്കൻസി സീറ്റ് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി LBS സെന്റർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നമുക്ക് മെനു ബാറിൽ 3 ഡോട്ട്സ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ഓരോ കോളേജസും ഓരോ കോഴ്സസും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ BSc റെസ്പിറേറ്ററി ടെക്നോളജി ഒരു കോളേജ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. 2 വാക്കൻസി ആണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തിട്ടില്ല, അതായത് ടോക്കൺ ഫീസ് കൂടി ആ കുട്ടി അടച്ചിട്ടില്ല. ഇപ്പോൾ 6ാമത്തെ അലോട്ട്മെന്റിലാണ് ആ കുട്ടിക്ക് കിട്ടിയതും, എന്നാൽ ആ കുട്ടി ടോക്കൺ ഫീസും അടച്ചിട്ടില്ല. ആ കുട്ടി അവിടെ നിന്നും റിജക്റ്റ് ആയിട്ടുണ്ട്. അതായത് LBSൽ മുന്നോട്ട് വരുന്ന ഒരു അലോട്ട്മെന്റിലും ഈ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതായത് സ്പെഷ്യൽ അലോട്ട്മെന്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞ വർഷം പറ്റിയിരുന്നു. ഈ വർഷം എങ്ങനെയാണ് അപ്ഡേറ്റ് എന്നുള്ളത് ഇനി LBS സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് BSc നഴ്സിംഗ് ആണ്. BSc നഴ്സിംഗ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അനന്തപുരി കോളേജ് ആണ്, തിരുവനന്തപുരത്തുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മിക്ക കുട്ടികളും അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇനി വേക്കന്റ് ആയിട്ടുള്ളത് വെറും 2 സീറ്റുകളാണ്. പക്ഷെ ആ 2 കുട്ടികളും ടോക്കൺ ഫീസ് അടച്ച് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാകാം, അല്ലെങ്കിൽ നാളെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാകാം. ഇവർ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം PNC MAKയിലോ അല്ലെങ്കിൽ AMCS FNCK വഴിയൊക്കെ അഡ്മിഷൻ എടുത്തിട്ട് നിൽക്കുന്ന കുട്ടികളാകാം. ഇനി LBSന്റെ റീഫണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാകാം. എങ്ങനെ ആയാലും ആ 2 സീറ്റുകൾ അവിടെ വാക്കന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ബേസ് ചെയ്തും നിങ്ങളുടെ കാറ്റഗറി ബേസ് ചെയ്തും ഇങ്ങനെയുള്ള സീറ്റുകൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം 7th അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഈ വർഷം 7th അലോട്ട്മെന്റ് വരാനുള്ള ചാൻസുകളുണ്ട്. കാരണം BSc നഴ്സിംഗിന് വളരെ സീറ്റുകൾ കുറവാണെങ്കിൽ പോലും പാരാമെഡിക്കലിന് സീറ്റുകളുണ്ട്. അതുപോലെ തന്നെ പലരും ടോക്കൺ ഫീസ് അടയ്ക്കാത്തത് കൊണ്ട് തന്നെ ആ സീറ്റ് വാക്കന്റ് ആയിട്ടുണ്ട്. ടോക്കൺ ഫീസ് മാത്രം അടച്ചതിന് ശേഷമുള്ള സീറ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്പോട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക, അതായത് സ്പോട്ട് അലോട്ട്മെന്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോൾ സീറ്റുകൾ പലയിടത്തും വാക്കന്റ് ആണ്. 6th അലോട്ട്മെന്റ് കിട്ടിയ പല കുട്ടികളും ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല. കാരണം പല കുട്ടികളും മാർക്ക് അനുസരിച്ച് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടാകാം, അതായത് ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട്. PNC MAKയിലും AMCS FNCKയിലും SPMAയിലും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള അഡ്മിഷൻസും കുട്ടികൾ എടുക്കാനുള്ള ചാൻസുകൾ ഇവിടെ കാണുന്നുണ്ട്. പല കുട്ടികളും CPAS വഴിയും അഡ്മിഷൻ എടുത്തിട്ടുള്ളത് കൊണ്ടാകാം ഇവിടെ വാക്കൻസി വരുന്നത് കൊണ്ട് തന്നെ 7th അലോട്ട്മെന്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി പല കുട്ടികളുടെയും ഡൗട്ടാണ്, ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഇനി 7th അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ NOC വാങ്ങിച്ച് നിങ്ങൾക്ക് പിന്നെയും അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിന്റെ അപ്ഡേറ്റ് ഇനി LBS സൈറ്റിൽ വരുന്നതുമായിരിക്കും. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ക്ലാസ്സസ് എന്താണ് തുടങ്ങാൻ ഡിലേ ആകുന്നത് എന്നുള്ളത്. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, പലരും അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം അഡ്മിഷൻ എടുക്കാതെ നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിലേ ആയിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അതായത് സീറ്റ് എപ്പോഴാണോ ഫില്ലാകുന്നത് അപ്പോഴായിരിക്കും ക്ലാസ് തുടങ്ങുന്നുണ്ടാവുക എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് BSc നഴ്സിംഗ് ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയാണ്. പല കുട്ടികളും ഈ ഒരു കോളേജിനെ പറ്റിയിട്ട് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. ഈ കോളേജ് എന്ന് പറയുന്നത് INC അപ്രൂവ്ഡ് ആണ്. പക്ഷേ ഫസ്റ്റ് ബാച്ചാണ് ഇപ്പോൾ നടക്കുന്നത്, അതായത് കഴിഞ്ഞ വർഷമുള്ള ആദ്യത്തെ ബാച്ചാണ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ, അതായത് ഇപ്പോൾ ശ്രീ അയ്യപ്പയിൽ കിട്ടിയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ സെക്കൻഡ് ബാച്ചാണ്, അതായത് നിങ്ങൾ 2ാമത്തെ ബാച്ച് മാത്രമാണ്. ഇവിടെ ഒരുപാട് ബാച്ച് പഠിച്ചിറങ്ങിയിട്ടില്ല, ഫസ്റ്റ് ബാച്ച് നടക്കുന്നതേ ഉള്ളൂ. അവർ സെക്കൻഡ് ഇയർ ആയിട്ടുണ്ട്. നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഇയർ ആയിരിക്കും. പോസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ശ്രീ അയ്യപ്പ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയും നടക്കാറുണ്ട്. നിങ്ങളെ പുറത്ത്
പത്തനംതിട്ട പല ഹോസ്പിറ്റൽസിലായിട്ടായിരിക്കും പോസ്റ്റിംഗ് നടത്തുന്നുണ്ടാവുക. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. ബോയ്സിനും ഗേൾസിനും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ഹോസ്പിറ്റലും ഹോസ്റ്റലും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് കുട്ടികൾ ഡൗട്ട്സ് ചോദിച്ചത് കൊണ്ടാണ് ഇതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുന്നത് കേട്ടോ. ഫിസിയോതെറാപ്പി കോഴ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്ന കോളേജ് എന്ന് പറയുന്നത് ബിഥാനി നവജീവൻ കോളേജ് ആണ്. ഇവിടെ പല കുട്ടികളും അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല. പക്ഷെ അവർ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ രീതിയിലുള്ള അഡ്മിഷൻസ് എടുത്തിട്ടുള്ള കുട്ടികളാകാം, അല്ലെങ്കിൽ ഇതിൽ താല്പര്യമില്ലാത്ത കുട്ടികളാകാം. കുട്ടികളും അലോട്ട്മെന്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളാകാം. അതുപോലെ തന്നെ ആയിരുന്നു ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി. ടോക്കൺ ഫീസ് ഇപ്പോൾ 6ാമത്തെ അലോട്ട്മെന്റിൽ ആദ്യമായി കിട്ടിയതിനു ശേഷം അടയ്ക്കാത്ത കുട്ടികൾ ആപ്ലിക്കേഷനിൽ നിന്നും റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള LBSന്റെ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികൾ മികച്ച കോളേജുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മികച്ച കോളേജുകളിലേക്ക് തന്നെ അലോട്ട്മെന്റുകൾ ലഭിച്ച കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ആവറേജസ് ആയിട്ടുള്ള കോളേജസ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സസ് ആണ് ആവറേജ് കോളേജിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫെസിലിറ്റീസും അതുപോലെ കോളേജിന്റെ ഫെസിലിറ്റീസും ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഒക്കെ കോളേജിൽ വിളിച്ച് ചോദിച്ച് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നോക്കുക. മുന്നോട്ട് ഓരോ അലോട്ട്മെന്റ് കഴിയും തോറും സീറ്റുകൾ കുറഞ്ഞു വരികയാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ അലോട്ട്മെന്റ് വരുമ്പോൾ കൂടുതലും ചാൻസ് വരുന്നത് ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്കാണ്. കാരണം എന്ന് പറയുന്നത് പല കുട്ടികളും ഇവിടെ അലോട്ട്മെന്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീസ് പോലും അടയ്ക്കാതെ നിൽക്കുന്നുണ്ട്. ആ ഒരു സീറ്റുകളെല്ലാം വാക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് അനുസരിച്ചും നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ചും നിങ്ങളുടെ റാങ്ക് അനുസരിച്ചും ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അലോട്ടഡ് ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻ കൊടുത്തിട്ടുള്ള കോളേജസിൽ എത്രത്തോളമാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം വേണം ഓപ്ഷൻസ് നിങ്ങൾ ഇനി 7th അലോട്ട്മെന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവിടെ BPO കോഴ്സിന് വേണ്ടിയിട്ട് പല കുട്ടികളും അഡ്മിഷൻ എടുത്തിട്ടില്ല. പല കുട്ടികൾക്കും അറിയില്ല ഈ ഒരു കോഴ്സിന്റെ രീതി എങ്ങനെയാണ്. അതുകൊണ്ടാകാം അഡ്മിഷൻ എടുക്കാത്തത്. കാരണം ഒരു 2 വർഷമായിട്ടേ ഉള്ളൂ ഈ ഒരു കോഴ്സ് നമ്മുടെ LBS വഴി ലോഞ്ച് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും അങ്ങനത്തെ കോഴ്സസും എടുക്കാതെ വരുന്നത് കൊണ്ട് ഇവിടെയൊക്കെ സീറ്റ് വാക്കൻസി വരുന്നുണ്ട്. അപ്പോൾ ഈ സീറ്റുകളെല്ലാം ഫിൽ ആകുന്നത് വരെയും അലോട്ട്മെന്റ് നടക്കുന്നതാണ്. അതിനുശേഷം മാത്രമേ ക്ലാസ് തുടങ്ങുകയുള്ളൂ എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു കോഴ്സിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്ഷൻസ് വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമായിട്ട് വരികയാണ് ഇനി മുന്നോട്ടുള്ള അലോട്ട്മെന്റ്സിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള കോഴ്സസ് ഇഷ്ടമുള്ള കോളേജിൽ മാത്രം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇനി സീറ്റുകൾ ഉണ്ടോ, നിങ്ങളുടെ റിസർവേഷൻ ബേസ് സീറ്റുകൾ ഉണ്ടോ എന്നതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.